ഹലോ മക്കളെ, +2 മാത്സ് ബോർഡ് എക്സാം ഇതാ കഴിഞ്ഞിരിക്കുകയാണ്. മാത്സ് എക്സാം എല്ലാവർക്കും അത്യാവശ്യം ഡിഫിക്കൽട്ടായിരുന്നു. ഒരുപാട് കമൻസുകളും അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജുകളും എല്ലാം തന്നെ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നു എക്സാം ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞുകൊണ്ട്. ഒരു വലിയ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് എക്സാം ഡിഫിക്കൽട്ടായത്? നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു, ഒരുപാട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു, രാപ്പകൽ അധ്വാനിച്ചു കഴിഞ്ഞു, എന്നിട്ടും എക്സാം ഡിഫിക്കൽട്ടായി മാറി. എക്സാം ഡിഫിക്കൽട്ട് ആകുന്നതെല്ലാം തന്നെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. എല്ലാവരും സ്വാഗതം ചെയ്യണം, എക്സാം ഡിഫിക്കൽട്ട് ആവുക തന്നെ വേണം. പക്ഷേ ഡിഫിക്കൽട്ടാക്കുമ്പോൾ ഒരു ചെറിയ മര്യാദയുണ്ട്, അതാണ് പാലിക്കേണ്ടത്. മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാതൃകാ പരീക്ഷ. ആ കാണുന്ന മാതൃകാ പരീക്ഷയുടെ നിലവാരം തന്നെ ബോർഡ് എക്സാം വേണമെന്ന് നമ്മൾ ഒരിക്കലും വാശി പിടിക്കാൻ വേണ്ടി പാടില്ല. ചിലപ്പോൾ മോഡൽ എക്സാം ഈസി ആയിരിക്കാം, ബോർഡ് എക്സാം എന്നാൽ ഡിഫിക്കൽട്ട് ആവാം. ചിലപ്പോൾ മോഡൽ എക്സാം ഡിഫിക്കൽട്ട് ആവാം, ബോർഡ് എക്സാം ഈസി ആവും. അതുകൊണ്ട് ആ ഒരു നിലവാരം വേണമെന്ന് പറയുന്നില്ല. എന്നാൽ തന്നെയും ചെറിയ മര്യാദയുണ്ട്, വേറൊന്നുമല്ല. ആ ഒരു വെയിറ്റേജെങ്കിലും കീപ്പ് ചെയ്യാനായിട്ട്. അത്തരത്തിൽ ഒരു വെയിറ്റേജും കീപ്പ് ചെയ്യാതെയാണ് ഇത്തവണത്തെ +2 ബോർഡ് എക്സാം ഉണ്ടായിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രകാലം ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ വെയിറ്റേജ് അത് 4 മാർക്കായിരുന്നു. ഇത്തവണത് 6 മാർക്കായിട്ട് മാറി. വെയിറ്റേജ് എല്ലാം തന്നെ അപ്പാടെ മാറ്റിക്കൊണ്ടാണ് 2026 ബോർഡ് എക്സാം കടന്നു പോകുന്നത്. അതാണ് ഈ കാണുന്നൊരു ബോർഡ് എക്സാമിൻ്റെ പ്രശ്നമായിട്ട് ഏറ്റവും അധികം ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വിഷയങ്ങളിൽ ഒന്ന്. പിന്നെ എന്തിനാണ് മാതൃകാ പരീക്ഷ? മാതൃകാ പരീക്ഷ എന്ന് പറയുമ്പോൾ ബോർഡ് എക്സാമിന് മുമ്പായിട്ട് നടക്കുന്ന ഒരു പക്ക വെയിറ്റേജ് പറഞ്ഞിരുന്ന ഒരു എക്സാമിനേഷൻ. ആ കാണുന്ന എക്സാമിൻ്റെ വാലിഡിറ്റി, ആ കാണുന്ന എക്സാമിൻ്റെ വാല്യൂ, അതെല്ലാം ഇനി എന്താണ്? അങ്ങനത്തെ ഒരു എക്സാമിൻ്റെ ആവശ്യമുണ്ടോ? ഇതെല്ലാമാണ് നമ്മൾ സ്വയമായിട്ടും നമ്മളെല്ലാം തന്നെ വിദ്യാഭ്യാസ വകുപ്പിനോടും എല്ലാം തന്നെ ചോദിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഇനി അങ്ങനത്തെ പരീക്ഷ വേണം? ഇനിയും അങ്ങനെ പരീക്ഷ നടത്തുകയാണെങ്കിൽ ഒറ്റ അഭ്യർത്ഥന മാത്രമേ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ളൂ, മറ്റൊന്നുമല്ല. ഞങ്ങളുടെ മക്കളെ ദയവ് ചെയ്ത് ഇത്തരത്തിൽ പ്രശ്നത്തിലാക്കരുത്. ബോർഡ് എക്സാമിൻ്റെ പാറ്റേണെങ്കിലും ഒന്ന് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ബോർഡ് എക്സാമിൻ്റെ മാർക്കിംഗ് സ്കീമെങ്കിലും ഒന്ന് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പിനോട് ഈ നിമിഷം പറയാനുള്ളൊരു അഭ്യർത്ഥന. മക്കളെ, മാത്സ് എക്സാം കഴിഞ്ഞു, ഡിഫിക്കൽട്ടായിരുന്നു. നമുക്ക് വാല്യുവേഷൻ ലിബറൽ ആവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് എക്സാമിനേഷൻ ബയോളജിയാണ്. ബയോളജി നമുക്ക് എല്ലാവർക്കും അറിയാം, 24-ാം തീയതിയാണ് നിങ്ങളുടെ ബയോളജി എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ മക്കളും ഏറ്റവും ഗംഭീരമായിട്ട് ബയോളജി എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇനി മുതൽ തയ്യാറാവണം. മാത്സ് കഴിഞ്ഞു, വിട്ട് കളയാ, നമുക്ക് ബയോളജി പിടിക്കണം. മാത്സിൽ പോയ മാർക്ക് നമ്മളെല്ലാം ബയോളജിയിൽ തിരിച്ചു പിടിച്ചിരിക്കും എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഉറപ്പിക്കണം. നിങ്ങൾക്ക് വേണ്ടിയുള്ള ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡ് വീഡിയോസും എല്ലാമായിട്ട് നിങ്ങളോടൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടാകും. ബഷീർ സാറും പ്രിറ്റി മിസ്സും അതുപോലെ തന്നെ AJ സാറും മനോജ് സാറും അഷ്ടമി മിസ്സും എല്ലാവരും നിങ്ങളോടൊപ്പം കട്ടയ്ക്കുണ്ടാവും. നമ്മൾ ഏറ്റവും ഗംഭീരമായിട്ട് ബോട്ടണിയും സുവോളജിയും എല്ലാം തന്നെ പഠിച്ചു തീർത്തുകൊണ്ട് +2 ബോർഡ് എക്സാമിനകത്ത് ബയോളജിയിൽ ഫുൾ മാർക്ക് അടിക്കാൻ വേണ്ടി പ്രാപ്തരാക്കും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാപ്തരാക്കി മാറ്റുന്ന ഉത്തരവാദിത്വം ഞങ്ങളാണ്. ഞങ്ങളത് മാറ്റുക തന്നെ ചെയ്യും. സോ ഗൈസ്, എല്ലാവർക്കും ബയോളജി എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. ഇന്നു മുതൽ നമ്മൾ ബയോളജിയുടെ അംഗം ആരംഭിക്കുകയാണ്. മാത്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ. താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം സൈൻ ലേണിംഗ്. ബൈ.